നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയ്ക്ക് കിട്ടുന്ന വ്യൂസ് കൂടുതലായാലും കുറവായാലും ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വീഡിയോയ്ക്ക് യൂട്യൂബ് തരുന്ന റീച്ചാണ്. അതായത് നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയെ യൂട്യൂബ് എത്രയധികം ആളുകളുടെ മുന്നിൽ കൊണ്ട് എത്തിച്ചു, ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് കിട്ടുന്ന വ്യൂസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് അതിന് കിട്ടിയ റീച്ച് 1000 ആണ്. അതിൽ നിന്ന് നമുക്ക് 50 അല്ലെങ്കിൽ 100 വ്യൂസ് കിട്ടിയെന്ന് വിചാരിക്കുക. അതിനുശേഷം ഈ റീച്ച് 1000-ൽ തന്നെ സ്റ്റക്കായി അതിനുശേഷം മുന്നോട്ട് പോകുന്നതേ ഇല്ല. അപ്പോൾ നമ്മുടെ വ്യൂസും അവിടെ സ്റ്റക്കായി പോകും. ഈ റീച്ച് കൂട്ടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബൈ ഡിഫോൾട്ട് നമ്മുടെ വ്യൂസും കൂടും. അപ്പോൾ ഈ റീച്ച് കൂട്ടാനുള്ള 3 വഴികൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ, പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 വഴികൾ അല്ലെങ്കിൽ 3 ട്രിക്സ് എന്ന് വേണമെങ്കിലും പറയാം. അതാണ് ഞാൻ ഈ വീഡിയോയോട് നിങ്ങളോട് പറയാൻ പോകുന്നത്. നിങ്ങളൊരു പുതിയ യൂട്യൂബറാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം നിങ്ങളുടെ ചാനലിന്റെ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പോയിന്റ്സ് ആണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈക്സും കമന്റ്സും ഞാൻ ഈ വീഡിയോയ്ക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ മണി അടിച്ച് ഈ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എപ്പോഴൊക്കെയാണ് നമ്മുടെ വീഡിയോയ്ക്ക് യൂട്യൂബ് കൂടുതൽ റീച്ച് തരുന്നത്. നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് കിട്ടുന്ന വ്യൂസ്, ആ വ്യൂസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആവറേജ് വ്യൂ ഡ്യൂറേഷൻ, ഇത് നമുക്ക് കൂട്ടാൻ കഴിഞ്ഞാൽ യൂട്യൂബ് നമ്മുടെ വീഡിയോയെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകും, കൂടുതൽ റീച്ചിലെത്തിക്കും. അങ്ങനെ നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടും. പക്ഷേ ഈ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ നമ്മൾ എങ്ങനെ കൂട്ടും? നമ്മൾ എത്രയും ചെറിയ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നോ, ലോങ് വീഡിയോ എത്രയും ചെറുത് ക്രിയേറ്റ് ചെയ്യുന്നോ, അത്രയും നമുക്ക് ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കൂട്ടാൻ പറ്റും. നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അൺനെസസറി അതിനെ വലിച്ചു നീട്ടി വാച്ച് അവർ കൂട്ടാൻ വേണ്ടി അതിന്റെ ലെങ്ത് കൂട്ടാൻ ശ്രമിക്കരുത്. സ്പെഷ്യലി ന്യൂ യൂട്യൂബേഴ്സ് ഒരിക്കലും ശ്രമിക്കരുത്. ചില വീഡിയോസിലൊക്കെ കാണത്തില്ലേ, ഇപ്പൊ കാണാം മുന്നോട്ട് നോക്കാം, സൂക്ഷിച്ച് നോക്കാം എന്ന് പറഞ്ഞ് അവർ വലിച്ചു നീട്ടിക്കൊണ്ട് പോകും. അവസാനം നമുക്കൊന്നും കാണാൻ പോലും പറ്റത്തില്ല. ഇങ്ങനെ നിങ്ങൾ ഇപ്പൊ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വലിച്ചു നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ആളുകൾ വന്ന് നിങ്ങളുടെ കമന്റ് ബോക്സിൽ തെറിയും വിളിക്കും. മാത്രമല്ല അവർ ബാക്ക് അടിച്ച് പോവുകയും ചെയ്യും, തുടക്കത്തിൽ തന്നെ ബാക്ക് അടിച്ച് പോവുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ അവർ വാച്ച് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ അവിടെ കുറഞ്ഞു പോകും. യൂട്യൂബ് നിങ്ങളുടെ വീഡിയോയെ മുന്നോട്ട് അയക്കത്തില്ല, നിങ്ങളുടെ റീച്ച് അവിടെ കുറഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ പറയും ഇങ്ങനെയുള്ള ചില വീഡിയോസിന് കൂടുതൽ വ്യൂസ് കിട്ടുന്നുണ്ടല്ലോ എന്ന്. ഒന്നുകിൽ അത് എസ്റ്റാബ്ലിഷ്ഡ് ചാനലായിരിക്കും, അതല്ലെങ്കിൽ ആ കിട്ടുന്ന തെറിവിളിയുടെ എണ്ണം കൂടുന്നത് കാരണം, നമ്പർ ഓഫ് കമന്റ്സ് കൂടുന്നത് കാരണം യൂട്യൂബ് അതിന് കൂടുതൽ റീച്ച് കൊടുക്കുന്നതാണ്. നിങ്ങൾക്കും അതിൽ പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾക്കും അങ്ങനെ ചെയ്യാൻ കേട്ടോ. പക്ഷേ അത് എപ്പോഴും അങ്ങനെ കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറയുക. നിങ്ങൾ ആ വീഡിയോയെ എത്രയും ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കുക. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, പിന്നീട് നമ്മൾ പറയാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, പിന്നെ ആ കാര്യം കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് അതിനെ പ്രോപ്പർ വേയിൽ അതിനെ കൺക്ലൂഡ് ചെയ്യുക. അപ്പോൾ എത്രമാത്രം നമ്മൾ അതിനെ ചെറുതാക്കാൻ പറ്റുമോ, അതായത് ഒരു 3 മിനിറ്റിനുള്ളിൽ ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ആളുകൾ കുറേയൊക്കെ വാച്ച് ചെയ്യും. അത് ഒരു 50% മുകളിലൊക്കെ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കിട്ടും. അപ്പോൾ യൂട്യൂബ് ആ വീഡിയോയെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കും. അപ്പോൾ നല്ല റീച്ച് കിട്ടും. അതിൽ നിന്ന് നമുക്ക് ഒരു നല്ല പെർസെൻറ്റേജ് വ്യൂസ് ആയിട്ട് കൺവേർട്ട് ആവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇനി മുതൽ ശ്രദ്ധിക്കുക, നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ സ്പെഷ്യലി നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഇനി മുതൽ ലോങ് വീഡിയോസ് ചെയ്യുമ്പോൾ അതിൽ ലാഗ് കഴിക്കാതെ ഡയറക്റ്റ് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞ് അതിനെ ഒരു 3 മിനിറ്റിനുള്ളിലുള്ള ഒരു വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കൂടുതൽ വ്യൂസും കിട്ടും. ഇനി അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത്, നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട SEOയെ കുറിച്ചാണ്, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനെ കുറിച്ചാണ്. ഇത് മെയിനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതായത് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും പ്രോപ്പറായിട്ട് കൊടുക്കുക, അതേപോലെ അട്രാക്റ്റീവായ ഒരു തംബ്നെയിൽ കൊടുക്കുക, അതുപോലെ വൈറലാകാൻ പറ്റിയ ടാഗ്സ് കൊടുക്കുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. പക്ഷേ ഇതിലൊന്നും പെടാത്ത നിങ്ങളിൽ പലർക്കും അറിയാത്ത ഒരു ട്രിക്ക് ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഫയൽ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായി, നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായി ആ വീഡിയോയെ നമ്മൾ റീനെയിം ചെയ്യുക. വീഡിയോ ഫയൽ റീനെയിം ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ഡിസൈഡ് ചെയ്യുക യൂട്യൂബിൽ നമ്മൾ ഈ വീഡിയോയ്ക്ക് എന്ത് ടൈറ്റിലാണ് കൊടുക്കാൻ പോകുന്നത്. ചിലരൊക്കെ 2 ടൈറ്റിൽ കൊടുക്കാറുണ്ട്. ഒരു ടൈറ്റിൽ കൊടുത്ത് ഫുൾ സ്റ്റോപ്പ് കൊടുത്ത് അടുത്ത ടൈറ്റിൽ കൊടുക്കാറുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ടൈറ്റിൽ കൊടുത്ത് ഈ വീഡിയോ ഫയലിനെ നമ്മൾ റീനെയിം ചെയ്യുക. ഇവിടെ ഞാൻ ഈ വീഡിയോ ഫയലിനെ ഹൗ ടു ഗ്രോ യുവർ യൂട്യൂബ് ചാനൽ എന്ന് റീനെയിം ചെയ്യുന്നു. ഈ ടൈറ്റിൽ തന്നെയാണ് ഞാൻ യൂട്യൂബിലും ഈ വീഡിയോയ്ക്ക് കൊടുക്കാൻ പോകുന്നത്. ഇവിടെ നോക്കുക, ഞാൻ ആ വീഡിയോ ഫയൽ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ടൈറ്റിൽ നോക്കുക ഹൗ ടു ഗ്രോ യുവർ യൂട്യൂബ് ചാനൽ, അതുപോലെ ഫയൽ നെയിം നോക്കുക ഹൗ ടു ഗ്രോ യുവർ യൂട്യൂബ് ചാനൽ. ടൈറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ സ്റ്റോപ്പ് കൊടുത്ത് ഒരു ടൈറ്റിലും കൂടെ കൊടുക്കാം. പക്ഷേ ഒരു ടൈറ്റിലും ഫയൽ നെയിം മാച്ച് ചെയ്യുന്നത് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ ഫയൽ നെയിം നമ്മൾ ബൈ ഡിഫോൾട്ടായിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഫയൽ നെയിമാണ് ഉണ്ടാകുന്നത്. അത് വെച്ച് അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. പക്ഷേ ടൈറ്റിലും ഫയൽ നെയിമും അതോടൊപ്പം നമ്മുടെ വീഡിയോയുടെ കണ്ടന്റും ഇത് 3ഉം മാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് അൽഗോരിതത്തിന് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. അങ്ങനെ കറക്റ്റ് ടാർഗറ്റ് ഓഡിയൻസിന്റെ മുന്നിൽ തന്നെ നമ്മുടെ വീഡിയോസ് കൊണ്ടെത്തിക്കും. അങ്ങനെ നമ്മുടെ വീഡിയോയ്ക്ക് കൂടുതൽ റീച്ച് കിട്ടുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ വ്യൂസും കൂടും. ഇനി മൂന്നാമത്തെ ട്രിക്ക് എന്താണെന്ന് നോക്കാം. നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് സമയത്തിനുള്ളിൽ എത്ര പേരുടെ മുന്നിൽ ആ വീഡിയോ എത്തിയോ, അതിൽ എത്ര പേര് നമ്മുടെ വീഡിയോയെ ക്ലിക്ക് ചെയ്തു, അപ്പോൾ കിട്ടുന്ന CTR, ക്ലിക്ക് ത്രൂ റേറ്റ്, അത് നമുക്ക് കൂട്ടാൻ കഴിഞ്ഞാൽ യൂട്യൂബ് വീണ്ടും കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ കൊണ്ടെത്തിക്കും. അങ്ങനെ നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടും. ഇതെങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണാത്തവർ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. എങ്കിലും ഞാൻ ഒന്നുകൂടി ഈ വീഡിയോയിൽ പറയാം. ഇവിടെ നോക്കുക, ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കൊടുത്ത് ഈ ഒരു സ്ക്രീനിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ആ വീഡിയോ എങ്ങനെ പബ്ലിഷ് ചെയ്യണം എന്നുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആദ്യത്തെ 2 ഓപ്ഷൻസ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ആൻഡ് അൺലിസ്റ്റഡ്. ഈ 2 ഓപ്ഷനെ നമുക്ക് മാറ്റിവെക്കാം. കാരണം ഇതിലൂടെ നമ്മൾ പബ്ലിക്കിന് വേണ്ടി വീഡിയോ പബ്ലിഷ് ചെയ്യുന്നില്ല. പിന്നീടുള്ള 2 ഓപ്ഷൻ എന്ന് പറയുന്നത്, ഒന്ന് പബ്ലിക്, 2 ഷെഡ്യൂൾ.
ഇതിൽ ഏത് സെലക്ട് ചെയ്ത് നമ്മൾ വീഡിയോ പബ്ലിഷ് ചെയ്താൽ നമ്മുടെ വീഡിയോയ്ക്ക് കൂടുതൽ വ്യൂസ് കിട്ടുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ പബ്ലിക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ നമ്മുടെ വീഡിയോ ഓഡിയൻസിലേക്ക് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ യൂട്യൂബ് അൽഗോരിതത്തിന് നമ്മുടെ വീഡിയോ സ്റ്റഡി ചെയ്യാനുള്ള ഒരു സമയം കിട്ടുന്നില്ല. അപ്പോൾ യൂട്യൂബ് അൽഗോരിതം ആരുടെയൊക്കെയോ മുന്നിലേക്ക് നമ്മുടെ വീഡിയോ കൊണ്ട് എത്തിക്കും. അത് കറക്റ്റായിട്ടുള്ള നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആവണമെന്നില്ല. അപ്പോൾ ആരുടെയൊക്കെ മുന്നിൽ ഈ വീഡിയോ കൊണ്ട് എത്തിക്കുന്നോ അവരെല്ലാവരും നമ്മുടെ വീഡിയോ ക്ലിക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മുടെ CTR അവിടെ കുറഞ്ഞു പോകും. അതുപോലെ നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് പോകത്തില്ല. അങ്ങനെ നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂസ് കുറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീഡിയോ ഷെഡ്യൂൾ ചെയ്യുക. ഇവിടെ നോക്കാം, ഇന്ന് 14 ആണ്, നാളെ 15, നാളത്തെ ഡേറ്റ് ഞാൻ സെലക്ട് ചെയ്യുന്നു. അതുപോലെ ടൈം ഞാൻ നാളെ വൈകിട്ട് ഒരു 6 മണി 6 PM എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ യൂട്യൂബ് അൽഗോരിതത്തിന് ഇനഫ് ടൈം കിട്ടും നമ്മുടെ വീഡിയോ സ്റ്റഡി ചെയ്യാൻ. അപ്പോൾ യൂട്യൂബ് അൽഗോരിതം നമ്മുടെ വീഡിയോയെ കറക്റ്റ് ആയിട്ടുള്ള ടാർഗറ്റ് ഓഡിയൻസിന്റെ മുന്നിൽ തന്നെ കൊണ്ടെത്തിക്കും. അപ്പോൾ കൂടുതൽ ആളുകൾ നമ്മുടെ വീഡിയോ ക്ലിക്ക് ചെയ്യും. അങ്ങനെ നമുക്ക് കൂടുതൽ CTR കിട്ടും. അപ്പോൾ യൂട്യൂബ് നമ്മുടെ വീഡിയോയെ കൂടുതൽ ആളുകളിലേക്ക് വീണ്ടും കൊണ്ടെത്തിക്കും. അങ്ങനെ നമുക്ക് അവിടെ നിന്ന് കൂടുതൽ വ്യൂസ് കിട്ടും. അപ്പോൾ നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ ഈ 3 ട്രിക്സ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഒന്ന്, ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കൂട്ടുക. അതിനായി നിങ്ങൾ വീഡിയോസ് ചെയ്യുമ്പോൾ, ലോങ് വീഡിയോസ് ചെയ്യുമ്പോൾ ആ വീഡിയോ എത്രമാത്രം ചെറുതാക്കി ചെയ്യുമോ അത്രമാത്രം നിങ്ങൾ ചെറുതാക്കി ചെയ്യുക. വീഡിയോ ലാഗ് ചെയ്യിക്കാതിരിക്കുക. മാക്സിമം ഒരു 3 മിനിറ്റിനുള്ളിലുള്ള വീഡിയോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. 2, വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായി ആ വീഡിയോ ഫയലിനെ റീനെയിം ചെയ്ത് നിങ്ങൾ എന്താണോ ടൈറ്റിൽ കൊടുക്കാൻ പോകുന്നത് ആ ടൈറ്റിൽ തന്നെ വീഡിയോ ഫയലിന് കൊടുക്കുക. ബാക്കി സെറ്റിംഗ്സ് എന്തൊക്കെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക, നിങ്ങൾ വീഡിയോ ഫയലിനെ റീനെയിം ചെയ്ത് എന്താണോ ടൈറ്റിൽ കൊടുക്കുന്നത് അത് തന്നെ കൊടുക്കുക. മൂന്നാമത്തേത്, CTR കൂട്ടാനായി നിങ്ങൾ വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് പബ്ലിഷ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസ് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ലൈക്സും കമൻസും എൻ്റെ ഈ ചാനലിൻ്റെ ഗ്രോത്തിന് വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ മണിച്ചേട്ടനെ അടിച്ച് നിങ്ങൾ ഈ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.